നിങ്ങൾക്ക് വീഡിയോ ഇടുന്നവർക്ക് യൂട്യൂബ് ഡോളർ തരും. രാഹുൽ ദാസിന് ബിഗ് ബോസിന്റെ വരുമാനം കിട്ടും. രേണു സുധിക്ക് സ്വന്തം ചാനൽ വഴിയുള്ള വരുമാനം രേണു സുധിക്കുണ്ട്. എനിക്ക് ബ്ലഡ് പ്രഷറും മരുന്നും കുറെ ചീത്ത വിളിക്കുന്ന കമന്റുകളേ ഉള്ളൂ. കർമ്മ തിരിഞ്ഞു വരും. ബിഷപ്പ് ഒരു ബിഷപ്പല്ലേ ബിഷപ്പ് പറയാൻ പറ്റുന്ന കർമ്മ തിരിച്ചടിക്കുമെന്ന് ഒരു ബിഷപ്പ് പറയുക. എന്നെ വിമർശിക്കുന്നവർക്ക് കർമ്മ അടിക്കും. അതേസമയം ബിഷപ്പ് ദുഷ്ടനെ ദൈവം ദുഷ്ടനെ പന പോലെ വളർത്തും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് അംഗീകരിച്ചേനെ. പോട്ട് ദൈവമേ ഇവർ എന്നെ കല്ലെറിയുന്നു, ഇവർ ചെയ്യുന്ന പാപം എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് അംഗീകരിച്ചേനെ. ഒരു ബൈബിൾ പഠിച്ചിട്ട് ബൈബിളിലൂടെ മറ്റുള്ളവർക്ക് നേർവഴി കാണിച്ചു തരേണ്ട ബിഷപ്പ് പറയാണ് നിനക്കൊക്കെ കർമ്മ വരുവാടാ കർമ്മ. ശരിക്കും ഓക്കെ, അത് നമ്മുടെ ചർച്ചാ വിഷയമല്ല. അപ്പോൾ ബിഷപ്പ് പറയുന്നത് ബിഷപ്പിനെ വിമർശിക്കുന്നവർക്ക് യൂട്യൂബ് ഡോളർ തരും. കിച്ചുവിന് ബിഗ് ബോസിൽ നിന്ന് പൈസ തരും. എങ്ങനെയാണെന്ന് അറിയത്തില്ല. ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പ് എങ്ങനെ ബിഗ് ബോസ് പൈസ കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല. രേണുവിന് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നു. അപ്പം നമുക്ക് ഡോളർ ഉണ്ടാക്കാനായിട്ട് ബിഷപ്പ് ഒരു വഴി തുറന്നു തരുമ്പോൾ എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ. ബിഷപ്പിൻ്റെ ഇവിടെ തുടങ്ങിയതാണ് എനിക്ക് ഈ വീഡിയോ റിയാക്ട് ചെയ്യണമെന്നുള്ള സാധനം. ഒരു ബിഷപ്പ് വന്നിട്ട് നിനക്കൊക്കെ കർമ്മ ഇടിക്കുമെന്ന് ബിഷപ്പ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. സംഭവം നിങ്ങൾക്കൊക്കെ അറിയാലോ. ബിഷപ്പ് ഇത്രയും നാൾ രേണുവിനെതിരെ ആഞ്ഞടിച്ചിരുന്ന കൊടുങ്കാറ്റായി അടിച്ചിരുന്ന ബിഷപ്പ് ഇപ്പോൾ ഒരു പൂച്ചക്കുട്ടിയെ പോലെ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കുറ്റം മൊത്തം റിയാക്ട് ചെയ്തവർക്ക് കിട്ടായി. നമുക്കത് കേട്ട് തന്നെ തുടങ്ങാം. പറഞ്ഞിട്ട് ഇപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് പോസിറ്റീവായിട്ട് മാറി. അതിനുള്ളൊരു റീസൺ എന്തുവാണ്? രേണു സുധിയുമായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ തർക്കങ്ങൾ കഴിഞ്ഞ 10 മാസങ്ങളായിട്ടുണ്ടായിരുന്നു. ഇത് തർക്കങ്ങൾ എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ആൾക്കാർ എന്നെയും രേണു സുധിയെയും നിർത്തിക്കൊണ്ട് വലിയ ഒരു ഗെയിമാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വലിയ ഗെയിമിന് വേണ്ടി. അങ്ങനെ തന്നെയാണോ? യൂട്യൂബിലെ കുറച്ച് ആളുകൾ ബിഷപ്പിനെ രേണുവിനെയും വെച്ചിട്ട് ഗെയിം ആക്കിയതാണോ, അതോ ബിഷപ്പ് ഈ രേണുവിനെയും ഈ റിയാക്ട് ചെയ്യുന്ന കുറച്ച് ആളുകളെ വെച്ചിട്ട് ഗെയിം ആക്കിയതാണോ? ബിഷപ്പിന് ഡെയിലി വൈകുന്നേരം ഒരു കോൺകോൾ പരിപാടി ഇല്ലായിരുന്നോ? അന്നേരം ഈ യൂട്യൂബേഴ്സിനോട് രേണുവിൻ്റെ പല പ്രശ്നങ്ങളും പറഞ്ഞു കൊടുത്തിട്ടില്ലേ? ഇന്ന് ബിഷപ്പ് ഇപ്പം ഈ കുറ്റം പറയുന്ന പല റിയാക്ട് ചെയ്യുന്ന വ്ളോഗേഴ്സിനും രേണുവിൻ്റെ വീഡിയോ അയച്ചു കൊടുത്തിട്ട് റിയാക്ട് എന്ന് ബിഷപ്പ് പറഞ്ഞിട്ടില്ലയോ? അപ്പോഴൊന്നും ബിഷപ്പിന് അറിയത്തില്ലായിരുന്നു ഇതൊന്നും. ഇപ്പൊ പെട്ടെന്ന് ഭയങ്കര നല്ല ബിഷപ്പ് കേട്ടോ. പ്രിപ്പയർ ചെയ്യാനായിട്ട് അവർ രേണു സുധിയെ തയ്യാറാക്കുന്ന സമയത്ത് എന്നെ എടുത്ത് ഉപയോഗിക്കാനിടയായി. ഞാനും രേണു സുധിയുമായിട്ട് മുഖാമുഖം ഇന്ന് വരെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, സംസാരം ഉണ്ടാക്കിയിട്ടില്ല, ഒരു വഴക്കോ ദേഷ്യമോ അന്നേരം വന്നിട്ടില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ വളരെ സൈബർ ബുള്ളി ചെയ്യേണ്ട അനുഭവങ്ങൾ പലതും വന്ന സമയത്ത് നിരവധി മീഡിയാസ് എന്നെ ഇന്റർവ്യൂസ് ചെയ്തു. ഈ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് ചോദിച്ച ക്വസ്റ്റ്യൻസിന് ആൻസർ ഞാൻ കൊടുത്തു. അത് രേണു സുധി ചെയ്തു പോയിട്ടുള്ളതായ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി ഇവർ ചോദിക്കുമ്പോൾ ഞാൻ ഒരു ബിഷപ്പ് എന്നുള്ള രീതിയിൽ അതിന് ഉത്തരം കൊടുക്കുമ്പോൾ എനിക്ക് ബിഷപ്പ് എന്നുള്ള രീതിയിൽ ഉത്തരം കൊടുക്കുമ്പോൾ ഓക്കെ, നമ്മൾ ഇന്ന് വരെ സോഷ്യൽ മീഡിയയിലോ യൂട്യൂബിലോ ടി വികളിലോ ചാനലുകളിലോ എല്ലാം ഒരു ബിഷപ്പിനെ കുറിച്ചിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ ഒരു പള്ളിയിലച്ഛനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം എന്ന് പറയുന്ന സാധനങ്ങളാണ് കാണുന്നത്. ഇന്ന് വരെ ബിഷപ്പ് ഒരു ദൈവവചനം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ബിഷപ്പിനെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണുന്ന അന്ന് തൊട്ട് ബിഷപ്പ് പറയുന്നത് എന്താ, ഒരു വീട് കൊടുത്ത് അതാണോ ഞാൻ ചെയ്ത തെറ്റ്, സ്ഥലം കൊടുത്തു അതാണോ ഞാൻ ചെയ്ത തെറ്റ്, പാവപ്പെട്ട കലാകാരൻ്റെ 2 മക്കൾക്ക് വേണ്ടി അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ വഴിയില്ലെന്ന് പറഞ്ഞാൽ സ്ഥലം കൊടുത്തതാണോ തെറ്റ്? ഇതാണ് ഞാൻ ബിഷപ്പിനെ കുറിച്ച് കാണുന്നത്. ഇന്ന് വരെ ഈ ബേസിക്കലി ക്രിസ്ത്യാനിറ്റിയിൽ അല്ലെങ്കിൽ ഈ ബിഷപ്പുമാർക്ക് ഈ അച്ഛന്മാർക്ക് ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് അവരുടെ ഒരു കർത്തവ്യമായിട്ട് ദൈവം തന്നിരിക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ച് കൂടുതൽ ആളുകളിലേക്ക് അറിയിക്കുക, മറ്റ് തിന്മയുടെ പാതയിൽ പോകുന്നവരെ നന്മയുടെ പാതയിലേക്ക് വരുത്തുക എന്നുള്ളതാണ് ബേസിക്കലി ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ആശയം. ഇന്ന് വരെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് ഉപയോഗിക്കാൻ വളരെ നല്ല അവസരങ്ങൾ കിട്ടിയിട്ട് മറ്റേ തെറ്റായ പാതയിലൂടെ പോകുന്നവരെ മാനസാന്തരപ്പെടുത്തി നന്മയുടെ വഴിയിലേക്ക് അല്ലെങ്കിൽ രക്ഷയുടെ പാതയിലേക്ക് കൊണ്ടുവരാൻ ഒരു അവസരം കിട്ടിയിട്ട് ബിഷപ്പ് എവിടെയെങ്കിലും ഉപയോഗിച്ചായിരുന്നോ? ബിഷപ്പ് ഉപയോഗിച്ചെന്തിനാ? കുറേ നാൾ രേണുവിനെ കുറ്റം പറയാൻ, പിന്നെ കുറേ നാൾ ഇപ്പോൾ കിച്ചുവിനെ കുറ്റം പറയാൻ, ഇപ്പോൾ താണ്ട യൂട്യൂബേഴ്സിനെ കുറ്റം പറയാൻ. ബിഷപ്പാണ് ബിഷപ്പ്. കൊള്ളാൻ പറ്റാതെ വന്ന കാര്യങ്ങൾ ഞാൻ വളരെ ദേഷ്യത്തോടു കൂടെ രേണു സുധിയെ വിമർശിച്ചുകൊണ്ട് ഞാൻ വീഡിയോകൾ കൊടുക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇരട്ടത്താപ്പെന്ന് നിങ്ങൾ സമൂഹം ഒരു വിഭാഗം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു വിഭാഗം, എല്ലാവരും ഇല്ല, ഒരു വിഭാഗം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചില ആൾക്കാർ എന്നെ വീണ്ടും ഒരു കണ്ടന്റ് ആക്കി എടുത്തു വെച്ച് അവർ ഉപയോഗിക്കുന്നു. അപ്പോൾ അത് നമ്മൾ കണ്ടന്റ് ആക്കി എടുത്ത് വെച്ച് ഉപയോഗിക്കുന്നു ബിഷപ്പിനെ. ബിഷപ്പ് രേണുവിനെ ഇടയ്ക്ക് കണ്ടന്റ് ആക്കി വെച്ച് ഉപയോഗിച്ചായിരുന്നു. ഇപ്പോൾ ബിഷപ്പ് അങ്ങോട്ട് പറഞ്ഞ് തീർത്തതേ ഉള്ളൂ. രേണുവിനെ നമ്മൾ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞായിരുന്നു, അത് കണ്ടന്റ് ആക്കി എടുത്ത് ഉപയോഗിച്ചാൽ കുഴപ്പമില്ല. ബിഷപ്പിൻ്റെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് കണ്ടന്റായി, അത് പ്രശ്നമായി, അത് ലവ്മാർ ഡോളർ ഉണ്ടാക്കാനുള്ള പരിപാടിയായി ഇല്ലയോ?
അപ്പോൾ രേണുവിനെതിരെ വീഡിയോ ചെയ്യാനായിട്ട് ബിഷപ്പ് പലർക്കും വീഡിയോകളൊക്കെ അയച്ചു കൊടുത്തപ്പോഴത്തേനും അത് ഉപയോഗിച്ചതായിട്ടും ഡോളർ ഉണ്ടാക്കാനുള്ള പരിപാടിയായിട്ടൊന്നും ബിഷപ്പിന് ഫീൽ ചെയ്തില്ലായിരുന്നോ? ബിഷപ്പ് ഈ ഡബിൾ ഗെയിം കളിക്കില്ല കേട്ടോ. അത് പ്രത്യേകിച്ച് നിങ്ങളൊരു പുരോഹിത വസ്ത്രം ഇട്ട് നിൽക്കുമ്പോൾ പൊന്നു ബിഷപ്പ് ഇൻ്റർവ്യൂ എടുക്കുമ്പോഴെങ്കിൽ ഈ കുരിശും ബൈബിളും ഒക്കെ മാറ്റി വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ യേശുക്രിസ്തു അങ്ങനെ ചാട്ടവാറിന് അടിച്ചിട്ടുണ്ട് കേട്ടോ പള്ളിയിൽ കോഴിയൊക്കെ വിറ്റതിന്. അതേപോലെ ചിലപ്പോൾ വന്നുകളയും. ഒരു ദൈവത്തിൻ്റെ പാത മറ്റൊരാളിലേക്ക് പറഞ്ഞു കൊടുക്കേണ്ട, ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്നറിയപ്പെടുന്ന ദൈവവചനങ്ങൾ പഠിപ്പിക്കേണ്ട ഒരാൾ വന്നിരുന്ന് പറയുന്നത് അപരാധ കഥകൾ. ദൈവം കാണണ്ട ഈ സാധനം എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഇത്രയേ ഉള്ളൂ. രേണു സുധി കേരള സമൂഹം കാണുന്നത് പോലെ ഒരു വലിയ ക്യാൻസറിന്റെ രോഗത്തിന്റെ ട്രീറ്റ്മെന്റിലൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ രേണു സുധി ഞാനുമായിട്ടുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് വേദനയായിരുന്നു. എനിക്ക് വളരെ വേദന ഉണ്ടായി. എന്റെ ഫാമിലിക്ക്, എന്നെ സ്നേഹിക്കുന്ന വെൽവിഷേഴ്സിന്, ലോകരാജ്യങ്ങളുള്ള എന്റെ ബന്ധുമിത്രാദികൾക്കൊക്കെ വേദന ഉളവാക്കി. അപ്പോൾ രേണു സുധിക്ക് സുഖമില്ലാത്ത സാഹചര്യങ്ങൾ വന്ന സമയത്ത് രേണു സുധിയുടെ പിതാവും മാതാവും സഹോദരിയും രേണു സുധിയും എന്റെ വീട്ടിലേക്ക് വരികയുണ്ടായി. വന്ന് അവരെന്നെ നേരിട്ട് കണ്ടു. വന്നു പോയതായിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മാപ്പപേക്ഷിക്കുകയുണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടില്ലയോ? അപ്പം അത് അംഗീകരിക്കുന്നു. നമ്മുടെ തേടിയിൽ നിന്ന് തെറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ബിഷപ്പ് ചെയ്തതിനകത്ത് ശരി ഞാൻ പറയാം. ബിഷപ്പ് ചെയ്തതിനകത്ത് ശരി, താൻ വിരോധത്തോടെ വൈരാഗ്യത്തോടെ കണ്ടിരുന്നൊരു വ്യക്തി തനിക്കൊരു വയ്യായിക വന്നപ്പോൾ അല്ലെങ്കിൽ വീണ് കിടന്ന സമയത്ത് ബിഷപ്പിൻ്റെ പ്രാർത്ഥന വേണമെന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേനും ബിഷപ്പ് അവരെ ഇരു കൈയിൽ നീട്ടി സ്വീകരിച്ചു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവരുടെ വയ്യായികയിൽ അവരെ ചേർത്ത് നിർത്തി. ബിഷപ്പ് ചെയ്ത തെറ്റെന്നാണെന്നറിയാവോ? ഇവരെ ചേർത്ത് നിർത്താനായിട്ട് മറ്റേ 23 വയസ്സുള്ള മാതാവോ പിതാവോ കൂടെ ഇല്ലാത്ത ജീവിക്കാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നൊരു പയ്യനെ പിടിച്ചിട്ട് അറക്കാനിട്ട് കൊടുത്തു. അതുകൊണ്ടാണ് ബിഷപ്പിനെതിരായത്. അല്ലാതെ രേണുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ടല്ല ബിഷപ്പിനെതിരായത് ആൾക്കാർ. ഓക്കെ, നമുക്ക് ബാക്കിയേക്കാം. ബിഷപ്പ് കാര്യങ്ങൾ മനസ്സിലാക്കി പോകണമല്ലോ. ഇനിയും രേണു സുധിക്ക് എല്ലാം ബെറ്റർ ആയിട്ട് ക്യൂർ ആയിട്ട് തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ സന്നദ്ധിയിലോട്ട്, അതായത് ദൈവത്തിന്റെ ഒരു പാത സ്വീകരിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോവാണെന്നാണ് രേണു സുധി പറഞ്ഞേക്കുന്നത്. ആ ഒരു വാക്ക് അവരെന്നോട് നേരിട്ട് പറയുകയുണ്ടായി. തിരുമേനി, ഞാൻ ഈ രോഗത്തിൽ നിന്ന് ക്യൂർ പ്രാപിച്ച് എല്ലാം ക്യൂർ ആവുകയാണെങ്കിൽ, അവർക്ക് ദൈവം പൂർണ്ണമായ വിടുതൽ സൗഖ്യവും ദൈവം നൽകുകയാണെങ്കിൽ, ട്രീറ്റ്മെന്റിലൂടെ അവർക്ക് പൂർണ്ണമായ ഒരു സൗഖ്യം ലഭിക്കുകയാണെങ്കിൽ, അവർക്ക് ദൈവം കൊടുക്കുന്ന സമയങ്ങളൊക്കെയും അവർക്ക് ദൈവം നൽകിയ സൗഖ്യത്തെ പറ്റി സാക്ഷി പറയുമെന്ന് പറഞ്ഞു. പലരോട് പോയി ഒരു മിഷണറിയായി സാക്ഷി പറയുമെന്ന് പറഞ്ഞു. ഒരുപാട് സ്ഥലങ്ങളിൽ അവർ പോയി എന്റെ രോഗത്തിൽ നിന്നും എനിക്ക് പ്രാർത്ഥനയിലൂടെയും മറ്റു കാര്യങ്ങൾ അനേകം പ്രാർത്ഥനയിലൂടെ എനിക്ക് സൗഖ്യം പ്രാപിച്ചു എന്നുള്ളത് സാക്ഷ്യം ആയിട്ട് പറയും. പല ആൾക്കാരിലേക്ക് പോയി പറയും, പല സ്ഥലങ്ങളിലേക്ക് പോയി പറയും. ഇത് ബിഷപ്പ് വിശ്വസിക്കുന്നുണ്ടോ? ഓക്കെ, രേണു കുറച്ച് കഴിയുമ്പോൾ ടെക്നോളജി വളർന്നില്ലേ, ഞാൻ സബ്സ്ക്രിപ്ഷനകത്തോടെ അങ്ങ് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഷപ്പ് എന്നാ ചെയ്യും? അപ്പോൾ രേണു ഇത് ചെയ്യത്തില്ലെന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഇത്രയും സോഷ്യൽ മീഡിയ എന്നൊരു പ്ലാറ്റ്ഫോം അവരുടെ കയ്യിലിരിക്കുന്നു. ലക്ഷക്കണക്കിന് മില്യൺസ് കണക്കിന് ആൾക്കാർ വ്യൂവേഴ്സ് അതിനകത്തുള്ള സമയത്ത് ഇവർ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് ഒരു 10 പേര് കൂടുമ്പോൾ സാക്ഷ്യം പറയുന്നതിനെക്കാട്ടിലും നല്ലത് ഇവർ സോഷ്യൽ മീഡിയയിൽ വൈഡ് റേഞ്ചായിട്ട് ഈ സാക്ഷ്യം പറയുന്നതല്ലേ. നാളെ ഒരു സമയത്ത് ഇവർ തിരിച്ചു വന്നിട്ട് ഇപ്പോൾ വീണ്ടും പുള്ളിക്കാർ സബ്സ്ക്രിപ്ഷന് വീഡിയോ ഇട്ട് ഇറങ്ങി, കുട്ടന്മാരെ ഞാൻ വേഗം തിരിച്ചു വരും എന്നും പറഞ്ഞിട്ടൊരു സാധനം ഇട്ടിട്ടുണ്ട്. ഞാൻ ലീക്ക് ചെയ്തിട്ടില്ല, ഇൻസ്റ്റാഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സാധനം കിട്ടി, ഞാനല്ല അത് ലീക്ക് ചെയ്തത്, ആ രക്തത്തിൽ എനിക്ക് പങ്കില്ല കേട്ടോ. അപ്പോൾ അവരങ്ങനെ ചെയ്തതിൽ എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഇതുവരെ രേണു പറഞ്ഞതെല്ലാം കറക്റ്റാണല്ലോ. ഇപ്പം ബിഷപ്പും രേണുവും ഒറ്റക്കെട്ടായി. ഒരു ലക്ഷ്യത്തെ നോക്കി പോകുന്നവരാണല്ലോ, നന്മയുടെ പാതയിലേക്ക് പോകുന്നത്. ബാക്കി എല്ലാ അഴുക്ക ആൾക്കാർ. അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യുക. തുല്യ അവകാശമായിട്ട് രാഹുൽ ദാസിനും രാഹുൽ ദാസിന്റെ അനുജൻ ഋതുൽ ദാസിനും തുല്യ അവകാശമായി ഞാൻ എഴുതി കൊടുത്തിട്ടുള്ളതാണ്, സന്തോഷത്തോടു കൂടെ. ഇപ്പോഴും അത് പറയുന്ന സന്തോഷത്തോടു കൂടെയാണ്. സന്തോഷത്തോടുകൂടെ രാഹുൽ ദാസിനും ഋതുൽ ദാസിനും ഒരു സ്ഥലം എഴുതി അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് ഇന്ന് വരെ നമ്മൾ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 10,769 തവണ ബിഷപ്പ് നാട്ടുകാരുടെ എല്ലാം പറഞ്ഞു, ഞാനാ കൊടുത്തേ, ഞാനാട്ടോ സ്ഥലം കൊടുത്തത് ഞാനാ, പക്ഷെ എന്നെ വിളിച്ചു സ്ഥലം കൊടുത്തോണ്ട് പറഞ്ഞ അതിലും നല്ല ബിഷപ്പ് കൊടുക്കാതിരിക്കുന്നതായിരുന്നു. ബിഷപ്പിനകത്ത് പറയുന്നുണ്ട്, നിങ്ങൾ യൂട്യൂബേഴ്സ് 10 പേര് ചേർന്ന് വീട് കൊടുത്തിട്ട് എന്നെ വിമർശിക്കുക. എൻ്റെ പിന്നെ ബിഷപ്പെ വീട് ഇതുപോലെ കൊടുത്തിട്ട് മറ്റേ ഇല്ല പടത്തിനകത്ത് പറയുമല്ലോ, വെടിവഴിപാടാകുമ്പോൾ വിളിച്ചു പറയാതിരിക്കാൻ പറ്റുമോ? വിളിച്ചു പറഞ്ഞു കൃഷ്ണവിലാസം ഭഗീരഥൻ പിള്ള ചെറിയ വീട്ടിൽ നിന്നല്ലേ വലിയ വീട്ടിൽ, അതേപോലെ നാട് മൊത്തം ഞാൻ ഇവർക്ക് കൊടുത്തു എന്ന് വിളിച്ചു പറയുന്നതിലും നല്ലത് കൊടുക്കാതിരിക്കുന്നതാണെന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. അപ്പോൾ ബിഷപ്പ് ഇഷ്ടപൂർവ്വം എഴുതി കൊടുത്തു. ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കുറച്ച് തവണ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരിക്കലും അതിനെ എതിർത്തിട്ടോ ആ കാര്യങ്ങളെ പറ്റി ഒന്നും സങ്കടപ്പെടുകയോ ചെയ്യുന്നില്ല. ഞാൻ കൊടുത്തതിൽ സങ്കടപ്പെട്ടില്ലായിരുന്നോ? കള്ളം പറയല്ലേ ബിഷപ്പ്, കള്ളം പറയുന്നു ബിഷപ്പ് എന്നിട്ട് അവിടെ നോട്ടീസ് അടിച്ചു വെച്ചില്ലോ, ഫ്ലെക്സ് അടിച്ചു വെച്ചില്ലായിരുന്നോ? ബിഷപ്പ് എന്ന് പറഞ്ഞില്ലേ ഇവരവിടെ താമസിക്കാൻ വന്നുകൊണ്ട് ബിഷപ്പിന്റെ ബാക്കി സ്ഥലം വിൽക്കാൻ പോകുന്നില്ല, കൊടുത്തതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന്. ബിഷപ്പ് പറഞ്ഞില്ലായിരുന്നോ ഇവർ കാരണം ബിഷപ്പിന്റെ ജീവന് തന്നെ ത്രട്ടുണ്ടെന്ന്?
എൻ്റെ പൊന്നടാവേ, തിരുവസ്ത്രം ഇട്ടിട്ട് ഇങ്ങനെ കള്ളം പറയുന്നു. പുസ്തകത്തിൽ എഴുതി വെക്കും കേട്ടോ, അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും, അന്ത്യവിധി നാളുകളിൽ ഇതൊക്കെ എടുത്തിട്ട് ചോദിക്കും. ബിഷപ്പ് തന്നെ മൂല്യനിർണ്ണയം ചെയ്യും. ബിഷപ്പ് നേരത്തെ ചെയ്തൊരു ഇൻ്റർവ്യൂ, ഇപ്പോഴത്തെ ഇൻ്റർവ്യൂവും എടുത്ത് നോക്ക്. അന്ന് ഈ ന്യായവിധി ദിവസം ബിഷപ്പിനെ കിട്ടിക്കും. കാര്യം എന്തുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇപ്പോൾ അവൻ 23 വയസ്സ് പ്രായമുണ്ട്. ഇവരുടെ ഫാമിലിയിൽ എന്തൊക്കെയോ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അത് വളരെ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേങ്കിൽ അവർ താമസിച്ചുകൊണ്ടിരുന്ന മേഖല ഇവിടെ അടുത്താണ്, ഞങ്ങളുടെ അടുത്താണ് ഇവരുടെ ഈ പൊങ്ങന്താനമൊക്കെ ഉള്ള സ്ഥലങ്ങൾ. ദേശനിവാസികളായിട്ടുള്ള പ്രിയപ്പെട്ട പല അയൽവാസികളും ഈ രാഹുൽ ദാസിനെ പറ്റിയുള്ള പല കാര്യങ്ങളും ഈ വസ്തു ഞാൻ എഴുതി കൊടുത്തതിന് ശേഷമായിട്ട് നടന്ന പല സംഭവങ്ങളും എന്നോട് വന്ന് പറഞ്ഞിരുന്നു. ഞാൻ അപ്പോഴും ആ കാര്യങ്ങളെ അത്ര ഗൗരവമായിട്ട് എടുത്തില്ല. കാരണം അത് മനുഷ്യർ എന്തെങ്കിലും പറയുന്നതാണെന്നാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. കാരണം അത് പബ്ലിക്. ഓക്കെ, ആ സമയത്ത് ബിഷപ്പ് എന്നെ ചെയ്ത് കിച്ചുവിനെ വിശ്വസിച്ചു. ഈ നാട്ടിലുള്ള സകല എണ്ണവും അസൂയ കൊണ്ട് പറയുന്ന എന്നല്ലേ ബിഷപ്പ് ചിന്തിച്ചേ? അല്ലെങ്കിൽ ബിഷപ്പിന് അവരിലൊക്കെ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ അന്ന് തന്നെ ബിഷപ്പ് അതിൻ്റെ സത്യാവസ്ഥ എന്താന്ന് ആരാഞ്ഞില്ലല്ലോ. അപ്പോൾ ബിഷപ്പ് ചിന്തിച്ചെന്തോ, ഞാൻ സ്ഥലം കൊടുത്തതിന് നാട്ടുകാർക്കൊക്കെ അസൂയ അമ്മര് പറഞ്ഞു, അങ്ങനെയല്ലേ ചിന്തിച്ചത്? അല്ലെങ്കിൽ ബിഷപ്പ് അത് ക്ലാരിഫൈ ചെയ്യണമായിരുന്നു, ക്ലാരിഫൈ ചെയ്തില്ല. ഇപ്പോഴെന്നിട്ട് എന്താ, നാട്ടുകാരെല്ലാം പറഞ്ഞത് ശരി. ഇവനുണ്ടല്ലോ രാഹുൽ ദാസ്, യവൻ അഴുക്ക ചെറുക്കൻ, യവൻ്റെ പേര് കേസുണ്ട്. എന്താ അന്ന് കേസ് തിരക്കാൻ പറ്റത്തില്ലായിരുന്നു ബിഷപ്പിന്? ഇതാ ബിഷപ്പെ ഓന്തിങ്ങനെ നിറം മാറൂല, വെറുതെ പറയുന്നതല്ലേ, ഓന്തിങ്ങനെ നിറം മാറൂല. പൊതുവേ ഞാൻ ഈ പുരോഹിതന്മാർക്ക് വളരെയധികം റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് വരെ ഞാൻ വർഷങ്ങൾ കൊണ്ട് എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്ന ഒരാളാണ്. ഇന്ന് വരെ ഒരു പുരോഹിതനെതിരെ ഞാൻ സംസാരിച്ചിട്ടില്ല. പക്ഷേ ഈ ബിഷപ്പ് കാണിക്കുന്നത് വെച്ചിട്ട് എങ്ങനെ പറയാതിരിക്കും ഇത്? ബിഷപ്പ് ഇൻ്റർവ്യൂവിൻ്റെ സുഖം പിടിച്ചു, സോഷ്യൽ മീഡിയയുടെ സുഖം പിടിച്ചു. അതിലെ എവനേലും പോയി കഴിഞ്ഞാലും ഇൻ്റർവ്യൂ എടുക്കും, ഏതെങ്കിലും അവനവന് പോയി കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ എടുക്കും. ബിഷപ്പ് എന്തിനാണ് ശരിക്കും ഈ കോൺട്രവേഴ്സിക്കകത്തോട്ടുകൊണ്ട് തലയിടുന്നത്? അതിന് സംഭവം പോപ്പുലാരിറ്റി പിടിച്ചു പോയി വിളിക്ക്. പറയേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല, ഒരിക്കലും വന്നിട്ടില്ല. ഇപ്പോഴെന്താണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രേണു സുധിക്ക് സുഖമില്ലാതെ വീട്ടിൽ വിശ്രമിക്കുകയാണ്. ഞാൻ അറിഞ്ഞ കാര്യമാണ്, പൊതുസമൂഹത്തോട് പറഞ്ഞു. ആ സമയത്ത് രേണു സുധിയുടെ മുൻകാല ജീവിതത്തിൽ പല വീഴ്ചകളും കുറവുകളും ഒക്കെ വന്നിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയാൻ പറ്റുമോ? അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പോരായ്മകൾ വന്നു പോയിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ക്ഷമിച്ചില്ലയോ? രേണു സുധിയുടെ ജീവിതത്തിൽ മുൻകാലത്തിൽ വന്നിട്ടുള്ള തെറ്റുകളൊക്കെ നമ്മളങ്ങ് ക്ഷമിച്ചു. പക്ഷെ റിതുൽ ദാസ് അല്ല കിച്ചു, രാഹുൽ ദാസ്, അവൻ്റെ പാപം ക്ഷമിക്കാൻ പറ്റൂല. എന്താ, അവനെ നമുക്കൊന്ന് പിടിച്ച് കുമ്പസാരിപ്പിച്ചാലോ? അപ്പം ശരിയാവുമോ? രേണുവിൻ്റെ പാപങ്ങളൊക്കെ ക്ഷമിക്കാം, അസുഖം വന്നല്ലോ. കിച്ചുവിൻ്റെ ക്ഷമിക്കാൻ പറ്റത്തില്ല, അവന് അസുഖം വന്നിട്ടില്ല. അതെന്തൊരു ടെക്നോളജിയാണ്! ഒരു ബിഷപ്പ് എന്ന നിലയ്ക്ക് ഒരുത്തൻ തെറ്റായ മാർഗത്തിലൂടെ പോകുമ്പോൾ അവനെ നേർവഴി കാണിച്ചു കൊടുത്ത് ബൈബിൾ വചനങ്ങൾ ഉപദേശിച്ചു കൊടുത്ത് പോട്ട്, അവൻ വേറെ ബൈബിൾ വചനം ഉപദേശിക്കേണ്ട, അവനെ നേർവഴി നടത്താനുള്ളൊരു ഉപദേശം എല്ലാം പോട്ട്. നിങ്ങൾ കൊടുത്ത വീടാണല്ലോ, ബിഷപ്പ് കൊടുത്ത സ്ഥലത്താണല്ലോ. രേണുവിനെയും കിച്ചുവിനെയും വിളിച്ചിരുത്തി ഒരു സമാധാന ചർച്ച മിനിമം ഫോണിലൂടെങ്കിലും ബിഷപ്പ് ചെയ്തോ? സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ബിഷപ്പ് അതൊക്കെ വിട്. ബിഷപ്പ് ഇതിന് വേണ്ടിയിട്ട് ഒരു ചെറു വിരൽ പോലും അനക്കിയിട്ടില്ല. ഓക്കെ, ബാക്കിയേക്കാം. പക്ഷെ ആ പോരായ്മകളൊക്കെ നമ്മൾ ഒരാൾ സുഖമില്ലാതിരിക്കുമ്പോൾ അവരെ നമ്മൾ എന്താ പറയാ, കല്ലെടുത്തെറിയുന്ന ഒരു അനുഭവം ആകാൻ പാടില്ല. അവർ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴാണെങ്കിൽ അവരോട് വന്ന് വീട്ടിൽ വന്ന് സംസാരിച്ചത് നമുക്ക് സോൾവ് ചെയ്യാം. മോനെ കിച്ചുടാ, നിനക്ക് വയ്യാതായെങ്കിൽ മാത്രമേ പുള്ളി സപ്പോർട്ട് ചെയ്തുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യത്തില്ല. ഒരു മകനും അമ്മയും തമ്മിലുള്ള ബന്ധം പോലെ അവർക്ക് രണ്ടു കൂട്ടർക്കും അത് പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവർ രണ്ടു കൂട്ടരും അത് പറയാതെ രണ്ടു കൂട്ടരും സോഷ്യൽ മീഡിയയിലൂടെ എന്ത് ചെയ്തു, ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നു. മൂന്ന് പേര് ബിഷപ്പും ഉണ്ട്, രേണുവും കിച്ചു മാത്രമല്ല ബിഷപ്പുണ്ട്. മൂന്ന് പേര് സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറഞ്ഞു. നമ്മൾ അങ്ങനെ സ്കിപ്പാവല്ലേ, അങ്ങനെ സാറ്റ് കളിക്കുന്ന പരിപാടിയൊന്നും ഇല്ല. ബിഷപ്പും വന്നിട്ട് ഈ വിഷയത്തിനകത്തൊക്കെ തലയിട്ടിട്ടുണ്ട്. രേണുവിൻ്റെ വിഷയത്തിൽ, കിച്ചുവിൻ്റെ വിഷയത്തിൽ, അതിപ്പോൾ കിച്ചുവിൻ്റെ വിഷയത്തിൽ, എല്ലാത്തിലും ബിഷപ്പുണ്ട്. കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളൊരു കാരണത്താൽ അനവധി പേരുടെ ചോദ്യങ്ങൾ എന്റെ നേരെ വരികയുണ്ടായി. ദേശനിവാസികളായിട്ടുള്ള അയൽവാസികളായിട്ടുള്ളവർ. കാരണം ഇവരുടെ വീട്ടിൽ പല ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അത് അവരുടെ ഇന്റേണൽ കാര്യങ്ങൾ, അത് ഫാമിലി കാര്യം അവരാണ് പറയേണ്ടത്. പക്ഷെ ഞാൻ അറിഞ്ഞിരിക്കുന്ന പേഴ്സണൽ കാര്യങ്ങൾ ഞാനത് പബ്ലിക്കിനോട് പറയാൻ ഒക്കത്തില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്നെ ടാർഗറ്റ് ചെയ്ത് കണ്ടന്റ് ആക്കി സമൂഹത്തിൽ എന്നെ വലിച്ചു കീറുന്ന സിറ്റുവേഷൻ വന്നതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ നിർബന്ധിതമാവുകയാണ്. അതിന്റെ പ്രധാന കാര്യം, രാഹുൽ ദാസ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ഞാൻ 2 പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഒന്ന് വസ്തു കൊടുക്കുന്ന സമയത്ത്, പിന്നെ എപ്പോഴോ ഒരു പ്രാവശ്യം അവരുടെ വീട്ടില് ചടങ്ങ് എന്തോ നടക്കും, ഹൗസ് വാമിംഗ് ചടങ്ങിന് കണ്ടു. അത്രയും ഞാൻ കണ്ടിട്ടുള്ളൂ, 2 ടൈംസേ കണ്ടിട്ടുള്ളൂ. പക്ഷേങ്കിൽ ഈ ചെറുപ്പക്കാരൻ, ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന കിച്ചു, നിരവധി കാര്യങ്ങളിൽ പല രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കത് ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്ത് അത് അവിടെ കൊണ്ട് കഴിഞ്ഞു പോയല്ലോ, എനിക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഞാൻ ഈ കഴിഞ്ഞ 2024 ക്രിസ്തുമസിന് ഈ രാഹുൽ ദാസും ഇദ്ദേഹത്തിന്റെ 3 സുഹൃത്തുക്കളും എന്റെ വീടിനോട് ചേർന്നുള്ള വീടാണല്ലോ അവർക്ക് കൊടുത്തിരിക്കുന്ന വസ്തു, അവിടെ ഇവർ വരികയും ക്രിസ്തുമസ് സമയത്ത് ഇവരെ സെലിബ്രേഷൻസിൽ പോകുന്ന സമയത്ത് ഇവരെ പോലീസ് പിടിക്കുവാനിടയായി. രാത്രിയിൽ മാന്താനം എന്ന സ്ഥലത്ത് വെച്ചാണ് പോലീസ് പിടിച്ചിരിക്കുന്നത്. പോലീസ് പിടിച്ച് ഇവരുടെ ബൈക്ക് കൊണ്ടുപോയി. തൃക്കൊടുത്താനും പോലീസ് ഇവരുടെ ബൈക്ക് പിടിച്ചുകൊണ്ട് പോയി. കൊണ്ടുപോയ ശേഷം
രാത്രിയിൽ ഈ പയ്യൻ അവിടെ നിന്ന് നടന്ന് ഇവരുടെ വീട്ടിലേക്ക് വരികയുണ്ടായി. വന്നു കഴിഞ്ഞപ്പോൾ പോലീസ് ഇവരുടെ വീട്ടിൽ ബന്ധപ്പെട്ടതിന്റെ കൂടെ എന്നെ പോലീസ് ബന്ധപ്പെടുവാനിടയായിട്ടുണ്ട്. പല കാര്യങ്ങൾ ഈ പയ്യനെ പറ്റി എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ല. അപ്പോഴേ ഈ ബൈക്ക് പിടിച്ചുകൊണ്ട് വന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ചു. ഈ പയ്യനെ കൊണ്ടെല്ലാം എഴുതി വെപ്പിച്ചു കാര്യങ്ങൾ, ഇനി ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടാകത്തില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഇന്ന് ഈ ദിവസം വരെ രാഹുൽ ദാസ് പോയിട്ട് ഈ ബൈക്ക് തിരിച്ചെടുത്തിട്ടില്ല. എന്താ ആയതിനാൽ അവന് വേണമെങ്കിൽ അവൻ തിരിച്ചെടുക്കും, അവന് വേണ്ടെങ്കിൽ അവൻ തിരിച്ചെടുക്കത്തില്ല. ഇനി വേറെന്തെങ്കിലും കേസിലാണെങ്കിൽ അത് കിട്ടും, ചിലപ്പോൾ കിട്ടത്തില്ല. അത് അവരെ സംബന്ധിക്കുന്ന പ്രശ്നമല്ലേ. അതിന് ബിഷപ്പിന് എന്താ പ്രശ്നം? ഇപ്പം ബിഷപ്പ് പറയുന്നത് എന്താ, എൻ്റെ പുരയിടത്തിനോട് ചേർന്നിട്ടാണല്ലോ അവരുടെ പുരയിടം, അപ്പോൾ ആ പുരയിടത്തിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്ക്. ഇതൊന്നും നേരത്തെ അറിയത്തില്ലായിരുന്നോ? അവിടെ ഈ പറയുന്നത് ദാസേട്ടൻ കോഴിക്കോടും അല്ലാത്ത കോഴിക്കോടും ഇടുക്കിയൊക്കെ കടന്ന് തുള്ളിച്ചടിപ്പോൾ ബിഷപ്പിന് ഈ ഒരു സാമൂഹിക പ്രതിബദ്ധത ഇല്ലായിരുന്നോ? അവിടെ ഈ സ്വന്തം മറ്റേ ബിഷപ്പിൻ്റെ സ്വന്തം വീടിന് തൊട്ടപ്പുറത്ത് കിടക്കുന്ന വീട്ടിൽ ഇത്രയധികം അതിക്രമങ്ങൾ നടന്നിട്ട് ബിഷപ്പിൽ നിന്ന് ചോദിക്കണ്ടായിരുന്നോ? അന്നേരം ഒന്നും നമുക്ക് ആ സാമൂഹ്യ പ്രതിബദ്ധതയില്ല. പക്ഷെ രാഹുൽ ദാസ് അവൻ്റെ ബൈക്ക് പോയത് ഭയങ്കര പ്രശ്നമാണത്. ഞാൻ അവരുടെ അയൽവാസിയായി അപ്പുറം താമസിക്കുന്ന പൊന്നടാവ്. ഇപ്പം മനസ്സിലായി ബിഷപ്പിൻ്റെ സ്ഥലം എന്നെ വിറ്റ് പോകാത്തതെന്ന്. ബിഷപ്പ് ഒത്തിരി ശ്രമിച്ചല്ലോ അവിടുത്തെ സ്ഥലങ്ങൾ വിറ്റുപോകാൻ. വിറ്റ് പോയി കഴിഞ്ഞാൽ തീർന്നു, അതിനി അവരുടെ പ്രോപ്പർട്ടിയാണ്. അല്ലാതെ പിന്നെ എൻ്റെ ഞാൻ കൊടുത്തില്ലയോ അത് ഞാൻ കൊടുത്തു, അത് ഞാൻ കൊടുത്തു. ഇതുകൊണ്ടാണ് അവിടെ ആരും സ്ഥലം മേടിക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും ഈ ഒരു കുടുംബം വന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, അത് മനസ്സിലാക്കുന്നു ഞാൻ. കാരണം ആ ബൈക്ക് എടുത്തുകൊണ്ട് പോകാൻ പോലീസിന്റെ അടുത്ത് പോയി അത് എടുത്തുകൊണ്ട് പോകേണ്ട ഉത്തരവാദിത്തം അവനുള്ളതാണ്. അവനത് എടുക്കുവാനായിട്ട് അവിടെ മടങ്ങി ചെല്ലുന്നില്ല. എന്താണെന്നുള്ള കാര്യം തൃക്കൊടിത്താനം പോലീസുമായിട്ട് ബന്ധപ്പെടട്ടെ. എന്തായാലും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണല്ലോ എനിക്ക് എഗനസ്റ്റ് ആയിട്ട് പറയുന്നത്. തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനുമായിട്ട് രാഹുൽ ദാസ് ഓടിച്ച വാഹനം എന്തുകൊണ്ട് പോലീസ് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ള കാര്യം ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള എന്നെ എതിരായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ ഞാൻ പറഞ്ഞു, പല കാര്യങ്ങൾ എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. ഞാൻ ഒരെണ്ണമേ ഇപ്പൊ പറയുന്നുള്ളൂ. ബാക്കി കൂടെ പറ, എന്നല്ലേ ഇത് കൊഴുക്കത്തുള്ളൂ. അതായത് എന്ത് കാര്യത്തിനാണ് റിയാക്ഷൻ ചെയ്യുന്ന ഒരു തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ലവൻ്റെ ബൈക്ക് എന്തുകൊണ്ടായി സാറേ വിട്ടുകൊടുക്കാത്തെ എന്ന് ചോദിക്കേണ്ട കാര്യം എന്താണ്? അവൻ ആ വണ്ടി വേണ്ടെങ്കിലോ പോട്ട്, അത് വേറെന്തെങ്കിലും പോട്ട്, അതിനകത്ത് ഇച്ചിരി ലഹരി പദാർത്ഥം ഉണ്ടെന്ന് തന്നെ വെക്ക്. അവനെ നേർവഴിയിലേക്ക് കൊണ്ടുവരണം. അല്ലാതെ അവൻ്റെ ലൈഫിൽ ചെയ്തു പോയി രേണുവിൻ്റെ പാപത്തൊക്കെ നമ്മൾ ക്ഷമിച്ചു കേട്ടോ, അതൊക്കെ നമ്മൾ വിട്ടു. രേണു ചെയ്തിട്ടുള്ള ഇന്നലകളിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടു. പക്ഷെ കിച്ചു ചെയ്തിട്ടുള്ള കാര്യത്തിന് വീണ്ടും കുത്തി പറയും. അതെന്തോ ഇത് വേറൊരു സാധാരണ വ്യക്തി പറഞ്ഞിട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്തനെ. നിങ്ങളൊരു ബിഷപ്പാണ്. ഓക്കെ, ബാക്കിയേക്കാം. 5 സെന്റ് സ്ഥലം ചോദിച്ചപ്പോൾ 7 സെന്റ് സ്ഥലം 2 കുഞ്ഞുങ്ങളുടെ പേരിൽ തുല്യമായി എഴുതി കൊടുത്ത ഞാൻ എന്ത് കോർണർ ചെയ്യണം? എൻ്റെ പൊന്നടാവ്, ഈ കഥ കേട്ട് മടുത്ത്. ഇത് എത്ര തവണയാണ് ഇവന് ഈ സ്ഥലം കൊടുത്താരും ഇവർക്ക് സ്ഥലം കൊടുത്താരും പറയുന്നത്? ഒരു 5 മിനിറ്റുള്ള ഒരു കാര്യം പറയുവാണെങ്കിൽ ആ 5 മിനിറ്റിനകത്ത് 3, 4, 6, 8 തവണ പറയും സ്ഥലം കൊടുത്ത കേസ്. ഇതിൽ നല്ല കൊടുക്കാതിരിക്കണമായിരുന്നു കേട്ടോ. ഒരിക്കലും കോർണർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയുന്നവരെ ക്രൂശിക്കുന്ന ഒരു സാഹചര്യം കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇടുകയാണെങ്കിൽ ഇനിയും പല കാര്യങ്ങൾ സമൂഹത്തിന് മുമ്പിൽ എനിക്ക് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ബിഷപ്പിൻ്റെ പല വോയിസ് റെക്കോർഡുകളും എടുത്ത് പുറത്തിടേണ്ടതായിട്ട് വരും. ഇപ്പം പറഞ്ഞതല്ല, കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ബിഷപ്പ് പല കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനോടും പറഞ്ഞ കാര്യങ്ങൾ അവരും എടുത്ത് പുറത്തിടും. അതുകൂടെ മൈൻഡിൽ വേണം. അതായത് അവരോട് എതിർപ്പുള്ളപ്പോഴത്തേനും അവരെക്കുറിച്ച് എന്തൊക്കെ ബിഷപ്പ് പറഞ്ഞു എന്ന് പല ആൾക്കാരോടും അതൊക്കെ അവരും എടുത്ത് വെളിയിലിടും. അപ്പം പിന്നെ എന്തെന്ന് പറഞ്ഞ് ന്യായീകരിക്കും. അപ്പം അതൊക്കെ ബിഷപ്പിന് ഓർമ്മ വേണം ബിഷപ്പ് എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത്. പല ആൾക്കാരും ബിഷപ്പ് കോൾ സംസാരിച്ചത് കോൾ റെക്കോർഡാണ്. വാട്സപ്പിലാണെങ്കിൽ പോലും ഇത് റെക്കോർഡാട്ടോ. പിന്നെ ബിഷപ്പ് അയച്ച മെസ്സേജുകൾ, ബിഷപ്പ് ഇതൊക്കെ എല്ലാവരുടെയും കയ്യിലുണ്ട്. അപ്പോൾ ആദ്യം ബിഷപ്പ് ചെയ്തതെന്താണെന്ന് ഓർമ്മ വെച്ചിട്ട് വേണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ. എന്തിനാ ഈ ബിഷപ്പ് ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സികൾ ചാടുന്നേ? നിങ്ങൾ മര്യാദയ്ക്ക് ആ ബൈബിളൊക്കെ പഠിപ്പിച്ച് ആൾക്കാർക്ക് ദൈവവചനമൊക്കെ പറഞ്ഞു കൊടുത്ത് നല്ല മെസ്സേജുകളൊക്കെ അതല്ലേ ശരിക്കും ഒരു ബിഷപ്പ് ചെയ്യേണ്ടത്? എവിടെ രേണുവിൻ്റെ കോൺട്രവേഴ്സി ഉണ്ടോ അവിടെ പോയി ചാടി കൊടുക്കും. എന്തിനാണോ എന്തോ. നിങ്ങൾ എന്നോട് ചോദിച്ചു, ഞാൻ പറയേണ്ടതായിട്ട് വരും. എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഇപ്പോൾ ബിഗ് ബോസിൽ സെലക്ട് ചെയ്തിരിക്കുകയാണ് ഈ രാഹുൽ ദാസിനെ. നല്ല കാര്യമല്ലേ? അതിനെന്താ കുഴപ്പം? അവൻ അതിനുള്ള കഴിവുണ്ട്, അതിനുള്ള എബിലിറ്റി ഉണ്ട്. പോട്ടെ, ഞാൻ എന്തിനും കോർണർ ചെയ്യണം? പക്ഷേ തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കും. ഞാനൊരു വാണിംഗ് അന്ന് കൊടുത്തു. അതായത് ബിഷപ്പ് തെറ്റ് കണ്ട ചൂണ്ടിക്കാണിക്കും. ഇത് തെറ്റാത്, രാഹുൽ ദാസേ തെറ്റത്. പക്ഷേ ബിഷപ്പ് ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ ചൂണ്ടിക്കാണിച്ച് എന്തത് ബിഷപ്പ് അക്സെപ്റ്റ് ചെയ്യാത്തേ? അപ്പോൾ എന്നെ കോർണർ ചെയ്യുന്നു, എന്നെ ലവ്മാര് കുറ്റം പറയുന്നു, ലവ്മാര് ഡോളർ ഉണ്ടാക്കുന്നു. അതിൻ്റെ ബിഷപ്പ് തെറ്റ് ചെയ്യൂലേ? ജീസസ് ക്രൈസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു തെറ്റും ചെയ്യാതെ ഈ ഭൂമിയിൽ ജീവിച്ച ഏക ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ഈ ബിഷപ്പ് നോബൽ ഫിലിപ്പ് ആണ് കേട്ടോ. മനസ്സിലാക്കുക, പുള്ളി തെറ്റൊന്നും ചെയ്യത്തില്ല. പുള്ളീനെ ചൂണ്ടിക്കാണിക്കാനും വരണ്ട, തിരുത്താനും വരണ്ട. പുള്ളി ശരികളിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആണോ? അങ്ങനെ അഭിപ്രായം ബിഷപ്പിനുണ്ടോ?
വസ്തു എഴുതി കൊടുത്ത് എന്നോട് പോലീസ് എൻക്വയറി ചെയ്തു, ബിഷപ്പ് എന്തെങ്കിലും കാര്യങ്ങൾ ബിഷപ്പിന് അറിയാമെങ്കിൽ പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോഴാണ് സാർ പറയുന്നത് ഈ കാര്യങ്ങൾ അറിയുന്നത്, എനിക്ക് അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും അറിയുന്നില്ല അന്നേരം പറഞ്ഞു. പക്ഷെങ്കിൽ ഞങ്ങളുടെ സ്ഥലവാസികളായിട്ടുള്ള അയൽവാസികൾ അവരറിഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ തെളിവ് സഹിതം എന്നോട് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട. അവരത് ആദ്യമേ പറഞ്ഞല്ലോ. സ്ഥലം കൊടുത്തപ്പോൾ ആദ്യം പറഞ്ഞപ്പോൾ ബിഷപ്പ് എന്തുകൊണ്ട് അത് വിശ്വസിക്കാഞ്ഞേ, പിന്നീട് അവർ പറഞ്ഞപ്പോൾ ബിഷപ്പ് എന്തുകൊണ്ട് അത് വിശ്വസിച്ചേ? അപ്പം നിങ്ങളുടെ പല ആൾക്കാരും കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു എന്ന് തന്നെയല്ലേ ഇതിൻ്റെ അർത്ഥം? എൻ്റെ നാട്ടുകാരെയും കൂടെ പറയിപ്പിക്കാനായിട്ട് ഒരു ഇന്റർവ്യൂ കൊടുക്കും. കേൾക്കുന്ന വ്യൂവേഴ്സ് പറ, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ തെറ്റിനെ സപ്പോർട്ട് ചെയ്യണോ? ഞാൻ അതുകൊണ്ട് ഒരു വാണിംഗ് പോലെ പറഞ്ഞു, ഇനിയും ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. തൃക്കൊടിത്താനം സ്റ്റേഷനിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഇനിയും ഉണ്ടാവുകയില്ല എന്ന് എഴുതി കൊടുത്തിട്ട് അവിടെ വാണിംഗ് പോലെ പറഞ്ഞു. തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുത്ത് എന്താ ഇതേപോലത്തെ സാധനങ്ങൾ ഇനിയും ചെയ്യില്ല എന്നുള്ളത്. അല്ല, അത് കഴിഞ്ഞിട്ട് അവൻ എന്തെങ്കിലും പ്രശ്നം ചെയ്തായിരുന്നോ? അതിനെക്കുറിച്ച് ഫാദറിന് അറിയോ? ഇപ്പം കിച്ചു പുണ്യാത്മാവൊന്നും ഞാൻ പറയുന്നില്ല, അവൻ്റെ സൈഡിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാം, എന്തോ ആയിക്കോട്ടെ. നമ്മുടെ ഇവിടുത്തെ പ്രശ്നം, ഒരു പുരോഹിതനായിട്ട് നിൽക്കുന്ന ഒരാളെ സംരക്ഷിക്കുകയും അയാളെ സംരക്ഷിക്കാനായിട്ട് മറ്റൊരാളുടെ മേളിൽ മറ്റേ കുരിശെടുത്ത് കൊടുക്കുന്ന പരിപാടിയാണ് ഈ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ബിഷപ്പിനെതിരെ ഹെയ്റ്റ് വരുന്നത്. പിന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ബിഷപ്പ് പലരോടും പറഞ്ഞ കാര്യങ്ങൾ പലരുടെയും മനസ്സിൽ കിടപ്പുണ്ട്. രേണുവിനെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നതിലും കൂടുതൽ കുറ്റം പറഞ്ഞ ഒരാളാണ് ബിഷപ്പ്. ഇപ്പോൾ വന്നിട്ട് ബിഷപ്പ് ആരോടൊക്കെയാണ് ഈ കുറ്റം പറഞ്ഞത്? യവന്മാരല്ലേ ഇപ്പോൾ പ്രശ്നം. ബിഷപ്പ് ചൂണ്ടിക്കാണിക്കുന്നത് തെറ്റിനെ, പക്ഷെ ബിഷപ്പിൻ്റെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ പറ്റത്തില്ല. നീയൊക്കെ എന്നെ വിമർശിച്ച് നീയൊക്കെ ഡോളർ ഉണ്ടാക്കാനുള്ള പരിപാടി, അതെന്തൊരു പരിപാടി അത്? തെറ്റുണ്ടെങ്കിൽ തെറ്റ് അക്സെപ്റ്റ് ചെയ്തത് ശരിയാക്കണം. പറ്റൂലല്ലേ? പറ്റൂലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റൂല. രാഹുൽ ദാസിനും റിതുൽ ദാസിനും സന്തോഷത്തോടു കൂടി ഞാൻ കൊടുത്തതായിട്ടുള്ള ഗിഫ്റ്റ് അത് എന്നേക്കുമായിട്ടാണ്. പൊന്നടാവ, ഈ ഒരു ഞാൻ കട്ട് ചെയ്തതിനകത്ത് തന്നെ എത്ര തവണ പറഞ്ഞ് സ്ഥലം കൊടുത്ത കേസ്. സ്ഥലം കൊടുത്തു. ഒരു കാര്യം ചെയ്യും, ബിഷപ്പ് ഒരു പ്ലക്കാർഡും പിടിച്ചുകൊണ്ടിരിക്കുക, രാഹുൽ ദാസിനും റിതുൽ ദാസിനും ഞാൻ ഇഷ്ടപ്രകാരമാണ് വീട് കൊടുത്തത്, ഇനി എനിക്കത് വേണ്ട, ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. ഒരു സെന്റൻസ് പറഞ്ഞാൽ അതിനകത്ത് കൊടുത്ത കാര്യം പറഞ്ഞിരിക്കും. ഒരു കൈ കൊടുക്കുന്നത് മറ്റൊരു കൈ അറിയരുതെന്നല്ലേ നമ്മളിവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സമയത്ത് ഒരു കൈ കൊടുത്തത് മറ്റേ കൈ മാത്രമല്ല, ഈ നാട്ടിലുള്ള സകലവന്മാരുടെയും കൈകൾ അറിയണം എന്ന രീതിയിലാണ് ബിഷപ്പ് ഇവർ. നമുക്ക് മനസ്സിലായി ബിഷപ്പാണ് സ്ഥലം കൊടുത്തത്, നമുക്ക് പിടികിട്ടി, സംഭവം പിടികിട്ടി, ഇനി അത് പറയണ്ട, മനസ്സിലായി, തലേ കയറി നമ്മളത് ഫിക്സ് ചെയ്ത്. ഇനി ഏത് ഉറക്കത്തെ വിളിച്ചു ചോദിച്ചാലും പറയും ബിഷപ്പ് മറ്റേ രാഹുലിനും ഋതുലിനും വീട് കൊടുത്ത ബിഷപ്പ് നമ്മൾ പറഞ്ഞോളാം. പോരെ? എത്ര തവണയായി വീട് കൊടുത്ത കേസ്, എൻ്റെ പൊന്നോ. ലോകമുള്ള കാലത്തോളമാണ് അത് ഞാൻ തിരിച്ചു വാങ്ങാനോ അതായത് ഇരട്ടത്താപ്പ് കാണിക്കാനോ അല്ല. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് ആ സമയം പറയാതിരുന്നു കഴിഞ്ഞാൽ നാളെ ഒരു സമയത്ത് എന്നോട് ചോദിക്കും ബിഷപ്പ് എന്തുകൊണ്ട് ഇത് അറിഞ്ഞിട്ടും ഇതിനകത്ത് പ്രതികരിച്ചില്ല. അതുകൊണ്ട് ഞാൻ ബിഷപ്പ് തെറ്റെന്ന് പറയും കേട്ടോ. പക്ഷെ നമ്മളാരും അത് പറയാൻ പാടില്ല. നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡോളർ ഉണ്ടാക്കാം പരിപാടി, അത് നമ്മളൊന്നും അത് പറയാൻ പാടില്ല. പക്ഷെ ബിഷപ്പിന് തെറ്റേണ്ട, അപ്പോഴേ അത് തെറ്റാന്ന് ബിഷപ്പ് പറയും. പിതാവ് മരിച്ചുപോയി, ഒരു ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനത്ത് ഞാൻ വഴക്ക് പറഞ്ഞതായിട്ട് കരുതിയാൽ മതിയായിരുന്നു. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് നിന്നിട്ടും ഞാൻ വഴക്ക് പറഞ്ഞു. മറ്റേ രാഹുൽ ദാസിനെ നേർവഴിക്ക് നടത്തേണ്ട ഒരു ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് നിന്നിട്ടാണ് ബിഷപ്പ് വഴക്ക് പറഞ്ഞത്. ഏത് ജ്യേഷ്ഠനാണ് സോഷ്യൽ മീഡിയ ഓണാക്കി വെച്ചിട്ട് നിന്നോട് ആര് പറഞ്ഞിട്ടാ അങ്ങനെ ചെയ്യാൻ എന്ന് പറയുന്നത്? ഇത് നേരിട്ട് അവരെ വിളിച്ച് പറയാം ഒരു ജ്യേഷ്ഠ സ്ഥാനത്ത് നിന്ന്. ജ്യേഷ്ഠസ്ഥാനമാണ്, പക്ഷെ ആരെങ്കിലും ഇൻ്റർവ്യൂ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അനിയന് കൊടുക്കാനുള്ള ഉപദേശമൊക്കെ നിങ്ങളിലേക്ക് തരാം. നിങ്ങളിത് നാട്ടുകാരെ കാണിക്കുന്ന അവനോട് കണ്ടോട്ടെ, വേണമെങ്കിൽ അവനോട് കണ്ട് ഈ ജ്യേഷ്ഠൻ്റെ സ്നേഹം മനസ്സിൽ. അങ്ങനെയാണോ? ജ്യേഷ്ഠസ്ഥാനം ചുമ്മാ വെച്ച് അങ്ങ് അടിക്കുവാണ്. ജ്യേഷ്ഠസ്ഥാനത്താണെങ്കിൽ അവനെ നേരിട്ട് വിളിച്ച് പറയണം, അല്ലാതെ സോഷ്യൽ മീഡിയയിലൂടെ അവനെ ഡിഫെയിം ചെയ്യുകയല്ല വേണ്ടത്. അവൻ സോഷ്യൽ മീഡിയയിലൂടെ ഉപജീവനം കണ്ടെത്തുന്ന ഒരാളെന്ന നിലയ്ക്ക് അങ്ങനെയല്ല ചെയ്യേണ്ടത്. യു നോട്ട് ഗോട്ട് മൈ പോയിന്റ് ബിഷപ്പ്. അദ്ദേഹത്തെ കണ്ടന്റ് ആക്കി എടുക്കുന്ന ഒരു വിഭാഗം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള റിയാക്ഷൻ വീഡിയോക്കാര് എന്നെ കുരിശേൽ കയറ്റി നിർത്തിയിട്ട് രേണു സുധിയുടെ മകനായ രാഹുൽ ദാസിനെ പുണ്യാത്മാവാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇനിയും നിരവധി കാര്യങ്ങൾ സമൂഹത്തിൽ വന്ന് അന്വേഷിക്കുമ്പോൾ തെളിവ് സഹിതം അവിടുത്തെ അയൽവാസികൾ പറഞ്ഞു തരേണ്ടതായിട്ട് വരും. എൻ്റെ പൊന്ന് ബിഷപ്പെ, ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ പ്രൊവോക്ക് ചെയ്യാതിരിക്കുന്നതാണ് ബിഷപ്പിന് നല്ലത്. കാരണം ഞാൻ പറയണ്ടല്ലോ, ബിഷപ്പിൻ്റെ പല വോയിസുകളും പല കോളുകളും അവരുടെ കയ്യിലുണ്ട്. ഇല്ലെങ്കിൽ ബിഷപ്പ് മനസ്സിലാക്കിയോ? ബിഷപ്പ് തന്നെ എടുത്ത് നോക്കി, ഇവർക്കൊക്കെ അയച്ചു അതൊക്കെ അവരുടെ കയ്യിലുണ്ട്. ചുമ്മാ പ്രൊവോക്ക് ചെയ്ത് എന്തിനാ വീണ്ടും ഏറിക്കയറാൻ നിൽക്കുന്നത്? മര്യാദയ്ക്ക് മനസ്സമാധാനത്തോടെ പ്രഷറും ഷുഗറും ഒന്നും ഇല്ലാതെ സ്വസ്ഥ ജീവിതം നയിച്ച് നാട്ടുകാർക്ക് ബൈബിൾ വചനങ്ങൾ അതല്ലേ നല്ലത്. എന്തിനാ ചുമ്മാ ടെൻഷൻ എടുക്കാൻ നടക്കുന്നത്? എന്തിനാ? ഞാനല്ല നാണക്കേണ്ടതായിട്ട് വരുന്നത്, എനിക്കൊന്നും പോകാനായിട്ടില്ല. നിങ്ങൾ ബിഷപ്പും നാണം കെടും. ബിഷപ്പ് നാണം കെടുക്കാനുള്ള സാധനങ്ങളെല്ലാം അവരുടെ ഇരിപ്പുണ്ട് കേട്ടോ. എൻ്റെ ഒന്നും ഇല്ല കേട്ടോ, എൻ്റെ കരങ്ങൾ ശുദ്ധമാണ്. ഞാൻ ഈ വള്ളിക്കകത്തൊന്നും ഇല്ല. നമ്മൾ ഒരു സൈഡിൽ കൂടെ റിയാക്ട് ഒക്കെ ചെയ്ത് 4 കുറ്റമൊക്കെ പറഞ്ഞാൽ പോകണം. നമ്മളില്ലേ? കമന്റ് എഴുതുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, കമന്റ് എഴുതാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക്, നിങ്ങളുടെ ഫോണ്, നിങ്ങളുടെ സമയം. നിങ്ങൾക്ക് എനിക്കെതിരായിട്ടുള്ള കമന്റ് എഴുതുന്നതിന് വിരോധമില്ല. എന്നെ ചീത്ത വിളിക്കുന്നവരുണ്ട്, അച്ഛനെ വിളിക്കുന്നവരുണ്ട്, താൻ എന്താണോ ചോദിക്കുന്നവരുണ്ട്, എനിക്ക് വേറെ ജോലി ഇല്ലെന്ന്. നിങ്ങൾ എന്റെ വീട്ടിൽ ഇപ്പോൾ ഇദ്ദേഹം എന്നെ തേടി പിടിച്ച് വന്ന് എന്റെ കാര്യങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് ഞാൻ ഈ തിരക്ക് പിടിച്ച സമയത്തിലും അമ്മോനോട് ആൻസർ ചെയ്യുന്നത്. അല്ലാതെ അവരെ കുറ്റപ്പെടുത്തുകയല്ല.
എന്തിനു അവരെ കുറ്റപ്പെടുത്തുകയല്ല, മോൻ തിരക്കി പിടിച്ച് വന്നോണ്ടാട്ടോ ഞാൻ ഉത്തരം പറയുന്നത്. അല്ലാതെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ബിഷപ്പ് ഇത് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്തില്ലെങ്കിൽ ബിഷപ്പിന് എന്താ ഇതിനകത്ത് നഷ്ടപ്പെടാൻ പോകുന്നത്? ആ കോൺട്രവേഴ്സി അവിടെ കൊണ്ട് നിർത്തും. അങ്ങനെയല്ല, എനിക്ക് പറയാനുള്ള ശക്തമായിട്ട് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് വരും. ഒരു 10-15 ആൾക്കാർ ഓപ്പോസിറ്റ് പറയും, ബിഷപ്പ് ഇറക്കറും. എന്തിനീ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ നിൽക്കുന്നേ? ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് അനുഭവിക്കുന്ന ബ്ലഡ് പ്രഷർ, എന്റെ സ്വന്തം കുടുംബത്തിൽ നിന്ന് എനിക്ക് അനുഭവിക്കേണ്ട പിതൃ കുടുംബത്തിൽ ലഭിച്ച പിതൃസ്വത്ത് ഞാൻ സോമനസാലെ സന്തോഷത്തോടെ എഴുതി കൊടുത്ത ശേഷം ഞാൻ സത്യത്തിൽ സോമനസാല സന്തോഷത്തോടെയാണ് എഴുതി കൊടുത്തത്. ഇത് എത്ര തവണ ഈ പറഞ്ഞു കേണ്ടി കാണിക്കുന്നേ? ഏത് ക്ലിപ്പ് എടുത്താലും അതിനകത്തുണ്ട്. ഞാൻ സ്ഥലം ഞാൻ കൊടുത്തു കേട്ടോ. സ്ഥലം കൊടുത്തത് ഞാനാണേ. ആ സ്ഥലം എൻ്റെ ആയിരുന്നു, ഞാനാ കൊടുത്തത്. കേട്ട് 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 തലക്കകത്ത് കീന്ന് കേൾക്കുന്ന ഈ സ്ഥലം കൊടുത്ത കഥ. അപ്പം ഈ പറയുന്ന രാഹുൽ ദാസിനും ഋതുൽ ദാസിനും അത് എങ്ങനെ ഇരിക്കും? ഒരു സ്ഥലവും കൊടുത്തു. എൻ്റെ പൊന്നോ, വാ തുറന്നു കഴിഞ്ഞ് ഇത് മാത്രമേ പറയുന്നുള്ളൂ, സ്ഥലം കൊടുത്തു, സ്ഥലം കൊടുത്തു, സ്ഥലം കൊടുത്തു. ഇന്നലെ രാത്രിയിലും ഹൈ ബി പി ആയി. ഇന്ന് ഞാൻ BP-യിലാണ്. എന്തുകൊണ്ട്? ഒരു ഉപകാരം ചെയ്ത ശേഷം എന്നെ ക്രൂശിക്കുകയും വ്ളോഗർമാര്, യൂട്യൂബേഴ്സ്, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, വാളെടുക്കുന്നവരെല്ലാം ഊരാളികൾ എന്ന് പറഞ്ഞ പോലെ ബിഷപ്പ് നോബൽ ഫിലിപ്പിന്റെ ഒരു ഫോട്ടോ, രേണുവിന്റെ ഒരു ഫോട്ടോ, രാഹുൽ ദാസിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് അവർക്ക് ബോധിച്ചതെല്ലാം എഴുതി പിടിപ്പിക്കുക. അടിയിൽ മുഴുവൻ എന്നെ തെറി വിളിച്ചോണ്ടുള്ള കമന്റുകൾ എഴുതിക്കോളൂ. വീഡിയോ ഇടേണ്ടവരോട് ഞാൻ പ്രത്യേകം പറയാം, നിങ്ങൾക്ക് ഇനി ഫോട്ടോ വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. നിങ്ങൾ നല്ലൊരു ഫോട്ടോ, ഇപ്പോൾ നമുക്ക് ഉള്ള ഫോട്ടോ ഇട്ടും അടുത്ത നല്ലൊരു ഫോട്ടോ അതാ. ഇത് ബിഷപ്പ് നമ്മൾ അങ്ങോട്ട് വന്ന് വെറുതെ വീട്ടിൽ കുത്തിയിരുന്ന ബിഷപ്പിനെ കുത്തി ഇളക്കിക്കൊണ്ട് റിയാക്ട് ചെയ്തല്ലോ. ബിഷപ്പ് ആദ്യം ഒരു കുറേ കാര്യങ്ങൾ പറഞ്ഞു, അതെല്ലാം മാറ്റി പറഞ്ഞപ്പോൾ വേർത്തനെ പിടിച്ച് നാട്ടുകാർക്ക് മുമ്പ് അങ്ങനെ വന്നതല്ലയോ? അല്ല, ചുമ്മാ ബിഷപ്പ് വെറുതെ വീട്ടിലിങ്ങനെ ജപമാലയൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോഴത്തേനും എന്നാ പിന്നെ ബിഷപ്പിനെ നാലങ്ങ് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വന്നതൊന്നും അല്ലല്ലോ. ബിഷപ്പായിട്ട് വരത്തി വെച്ച വിനയല്ലയോ അത്? കത്തി എടുത്ത് ഇവിടെ വെച്ചു കൊടുത്തിട്ട് വെട്ടിക്കോന്ന് പറഞ്ഞല്ലേ, അല്ലാതെ നമ്മൾ കത്തി കൊണ്ട് തൂക്കിയെടുത്ത് വെട്ടിയൊന്നുമല്ലല്ലോ. അത് ഏറ്റവും കൂടുതൽ അപരാധം പറഞ്ഞ് ബിഷപ്പ് പറഞ്ഞുകൊണ്ട് നടന്നത് ഈ മെയിൻ സ്ട്രീം ഒന്നെന്ന് പറയുന്ന ചാനലിൽ. ആ ചാനലിൽ തന്നെ പോയി ഇന്റർവ്യൂ കൊടുത്ത് ബിഷപ്പിന്റെ നിലപാടും കേമം. നെഗറ്റീവ് വീഡിയോസ് ഇട്ടോ എനിക്കൊന്നും പോകാനില്ല. ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, എനിക്കൊന്നും പോകാനില്ല അങ്ങനെ. പക്ഷെ ഒരു കാര്യം, നിങ്ങൾക്ക് തന്നെ ഇത് തിരിഞ്ഞു വരും. കർമ്മ നിങ്ങൾക്ക് തിരിഞ്ഞു കിട്ടും. നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. ഇപ്പോൾ നിങ്ങൾ ഈ ക്രൂശിക്കുന്ന, ഞാനൊരു പയ്യനെ ക്രൂശിച്ചു എന്നാണ്, ഒരു പയ്യനെയും ക്രൂശിച്ചിട്ടില്ല. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് ചൂണ്ടിക്കാണിച്ചു. ബിഷപ്പ് തെറ്റുണ്ടാ തെറ്റെന്ന് ചൂണ്ടിക്കാണിച്ചു. അപ്പൊ ബിഷപ്പിന് ഇപ്പൊ തിരിച്ചിട്ട് ഇത് കർമ്മയാണോ? നേരത്തെ ചെയ്തതിന്റെ കർമ്മയാണോ ബിഷപ്പ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നം? അല്ല, അങ്ങനെ ഒരു ധ്വനി നമുക്ക് അതിനകത്ത് പറയാമല്ലോ. അപ്പൊ നിങ്ങൾ പ്രശ്നം കാണുമ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് സംഭവം കർമ്മ തിരിച്ചടിക്കും എന്നൊക്കെ. അപ്പൊ ഇപ്പൊ ഇത് കർമ്മ തിരിച്ചടിച്ചല്ലോ നേരത്തെ ചെയ്തതിന്റെ. നമുക്ക് അങ്ങനെ സംശയിക്കുന്നത് തെറ്റില്ലല്ലോ, അത് കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. ആ തെറ്റ് എന്തുവാന്നുള്ളത് ആ പയ്യൻ തന്നെ വന്ന് സമൂഹത്തോട് പറയേണ്ട പല കാര്യങ്ങൾ കാണും. എനിക്കിപ്പോ പല കാര്യങ്ങളും പബ്ലിക്കിനോട് ഇപ്പൊ പറയാൻ പറ്റത്തില്ല. പല കാര്യങ്ങളുണ്ട്, വിത്ത് എവിഡൻസ് ആണ്. വിത്ത് എവിഡൻസ് എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ് കള്ളത്തരമല്ല. വിത്ത് എവിഡൻസ് ഉണ്ട്. എന്താ ഈ വിത്ത് എവിഡൻസ്? ജോസഫേട്ടൻ പറഞ്ഞ്, മറ്റേ മല്ലേ ചേട്ടൻ പറഞ്ഞ്, മറ്റേ അച്ചായൻ പറഞ്ഞ്, ഇതായിരിക്കുമല്ലോ വിത്ത് എവിഡൻസ്. അല്ല ഫോട്ടോ വീഡിയോ ഒന്നും കാണാൻ വഴിയില്ലല്ലോ. രേണുസുതി ബിഗ് ബോസിൽ പോയി, അവർ തിരിച്ചു വന്നു. ഇദ്ദേഹം ബിഗ് ബോസിൽ പോയി, ഇനി അടുത്ത വർഷം വേറൊരാളായിരിക്കും. അന്നേരം ഇവർ ആരെ എങ്ങനെ എന്റെ പേര് എടുത്തു വെക്കും? മൃദുൽദാസിന്റെ നേരെ തിരിവി അച്ഛാ, നമ്മൾ അതെടുത്ത് പറഞ്ഞോളാം. ബിഷപ്പിനെ പറയണമെന്ന് ഇവിടെ ആർക്കും ഒരു നിർബന്ധവും ഇല്ല. അതാദ്യം മനസ്സിലാക്കുക. പ്രത്യേകിച്ച് റിയാക്ഷൻ ബ്ലോഗേഴ്സ് ചെയ്യുന്നവർക്ക് നമുക്ക് എന്തെടുത്താലും കണ്ടന്റാണ്, എവിടെ നോക്കിയാലും കണ്ടന്റാണ്. അങ്ങനെ ബിഷപ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബിഷപ്പായിട്ട് വന്നിട്ട് ആ കുഴിക്കകത്തോട്ട് ചാടിക്കൊടുത്തതാ. മറ്റേ ഇവിടെ ഒരു കുഴിയുണ്ട് കേട്ടോ, ഇങ്ങനെ പോവാം, പക്ഷെ എടുത്തിനകത്തോട്ട് ചാടിയിട്ട് ഇങ്ങനെ കടന്ന് പറയുന്ന കാര്യമില്ല. ഇപ്പൊ ഒരാഴ്ച കൊണ്ട് എന്നെ വെച്ച് ഇവര് നല്ലപോലെ വീഡിയോ ചെയ്തു. അരമണിക്കൂർ ഇടപെട്ട് വീഡിയോ എടുത്തുണ്ട്. അപ്പൊ എല്ലാം കാണുന്നുണ്ട്. ബിഷപ്പ് എന്നിട്ട് ആദ്യം കൊടുത്ത ഇന്റർവ്യൂല് ഞാൻ കാണുന്നില്ല, അമേരിക്കയിൽ നിന്നും എൻ്റെ കുടുംബത്തിലുള്ള 2 പേര് വിളിച്ച് പറഞ്ഞത് എന്നല്ലയോ പറഞ്ഞത്. അപ്പൊ അതും കള്ളം. ബിഷപ്പ് അതല്ല, അരമണിക്കൂർ വെച്ച് വരുന്ന വീഡിയോയും ബിഷപ്പ് കാണുന്നുണ്ട്, കമന്റ് വായിക്കുന്നുണ്ട്. എന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞത് എല്ലാം നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് ആദ്യത്തെ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടില്ല, അത് അമേരിക്കൻ ആരെയും കണ്ടൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞല്ല ആദ്യം കൊടുത്ത ഇന്റർവ്യൂല് മെയിൻ സ്ട്രീമിന് ഫുള്ള് കള്ളത്തരമല്ലേ പറയുന്നേ. ചക്ക എഴുതി വെക്കും കേട്ടോ, ന്യായവിധി ദിവസം. എന്താണെന്നറിയോ? ഡോളറായിട്ടാണ് വരുന്നത്, രൂപയായിട്ടല്ല വരുന്നത്. കാരണം ഇത്ര വ്യൂവേഴ്സിന് ഇത്ര ഡോളർ വെച്ചാ. നിങ്ങളോട് എനിക്ക് പറയാനുള്ള എന്റെ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ കൈപൊക്കുന്നുണ്ട്, ചരിഞ്ഞിരിക്കുന്നുണ്ട്, നേരെ ഇരിക്കുന്നുണ്ട്, എല്ലാം എടുത്തു. എനിക്കൊന്നും സംഭവിക്കാം. അല്ല, അത് മറ്റേ അച്ഛൻ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ എടുത്ത മെയിൻ സ്ട്രീം അതിനകത്തൊന്നല്ലേ കട്ട് ചെയ്യണ്ടേ? ശരി, അവരെ കുറിച്ച് എല്ലാവരും നടക്കും കുറ്റം പറഞ്ഞോണ്ടിരുന്നേ. അവരുടെ നിന്ന് കട്ടിയുള്ള പെർമിഷനും കിട്ടിയോ? ശരി, നിങ്ങൾ എന്നെ നെഗറ്റീവ് ആക്കും തോറും ഞാൻ ധൈര്യപ്പെട്ട് പോസിറ്റീവായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോവുകയാണ്. ഞാൻ രാഹുൽ ദാസിനെയോ ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ഈ സാധനം. നിങ്ങൾ എന്നെ നെഗറ്റീവ് ആക്കും തോറും ഓരോ നെഗറ്റീവുകളും എനിക്കുള്ള പൂച്ചെണ്ടുകളാണ്. ഇത് രേണു പറഞ്ഞുകൊണ്ടിരുന്ന ഡയലോഗ് ഇല്ലയോ? അതും ഏറ്റെടുത്ത്
അതും നമ്മൾ അടിച്ചു മാറ്റി മോട്ടിച്ച് കൊള്ള ഇപ്പം ഒരേ വൈബ് സെറ്റായെന്ന് തോന്നുന്നു കേട്ടോ. ഒരേ വൈബിലാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പം രേണു പറഞ്ഞ അതേ ഡയലോഗ് നെഗറ്റീവ് പറഞ്ഞു പോയി, എനിക്കതൊക്കെ ഇപ്പം ഇഷ്ടമുള്ള പരിപാടി നിങ്ങൾ പറഞ്ഞു പണ്ട് രേണു തന്നെ പറഞ്ഞിട്ടുണ്ടത് കൊള്ളാം. അപ്പോൾ ആശയപരമായിട്ട് കണക്റ്റായി. രേണു സുധിയ ഇകഴ്ത്താനോ ഇനി എന്നെ ഇകഴ്ത്തിക്കൊണ്ട് രാഹുൽ ദാസിനെ പുകഴ്ത്തുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. എനിക്ക് വിരോധമില്ല. വിരോധമില്ലേ? ഞാൻ ബിഷപ്പിനോട് നേരിട്ടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, സോഷ്യൽ മീഡിയയിലൂടെയാണ് ഞാൻ പറയുന്നത്. ബിഷപ്പ് അതല്ലേ പറഞ്ഞേ, രേണുവായിട്ടോ രാഹുൽ ദാസുമായിട്ടോ എനിക്ക് നേരിട്ട് നമ്മളൊന്നുമില്ല, മുഖം കറുത്തൊന്നും പറഞ്ഞിട്ടില്ല. സോഷ്യൽ അതേപോലെ എനിക്ക് ബിഷപ്പോട്ട് യാതൊരു പ്രശ്നമില്ല കേട്ടോ, നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് പറയുന്നത്. പിന്നെ അത് മാറിപ്പോലെ. നിങ്ങൾക്ക് വീഡിയോ ഇടുന്നവർക്ക് യൂട്യൂബ് $1 തരും. രാഹുൽ ദാസിന് ബിഗ് ബോസിന്റെ വരുമാനം കിട്ടും. രേണു സുധിക്ക് സ്വന്തം ചാനൽ വഴിയുള്ള വരുമാനം രേണു സുധിക്കുണ്ട്. എനിക്ക് ബ്ലഡ് പ്രഷറും മരുന്നും കുറെ ചീത്ത വിളിക്കുന്ന കമന്റുകളേ ഉള്ളൂ. കർമ്മ തിരിഞ്ഞു വരും, ഉറപ്പാണ്. ഞാൻ അനുഭവിക്കുന്ന ഈ ദുഃഖം അത് തിരിഞ്ഞു വരിക തന്നെ ചെയ്യും. കർമ്മ തിരിഞ്ഞു വരുമെന്ന് ഒരു ബിഷപ്പ് പറയുന്നതാ. ബൈബിൾ വചനം പഠിപ്പിക്കുന്ന, ബൈബിളുമായിട്ട് വളരെ അടുത്ത ആത്മബന്ധമുള്ള, യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ള, ഹോളി സ്പിരിറ്റ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട, തെറ്റായ വഴിയിലൂടെ പോകുന്ന ആളുകളെ ഈ ബൈബിൾ അനുശാസിക്കുന്ന പ്രകാരം പറഞ്ഞ് തിരുത്തി നല്ല വഴിക്ക് കൊണ്ടുവരേണ്ട. നീ ചെയ്യുന്ന പാപങ്ങൾക്കുള്ള ഫലം നിനക്ക് കിട്ടും എന്ന് പറയേണ്ട ആൾ പറയുക. കർമ്മ തിരിച്ചടിക്കും കേട്ടോ. അച്ഛൻ വൈബാ, ജെൻസി റേഞ്ചാ ബിഷപ്പ്. കൊള്ള. അതിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളെ രേഖപ്പെടുത്തും. മറ്റൊരു ഡേറ്റ് വന്നേരെ. ബൈ.